ഹായ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി അപ്പമാവ് ഉപയോഗിച്ച് കുഴിപ്പനിയാരം തയ്യാറാക്കുന്നതാണ്. അതിനു വേണ്ടി 2 ഗ്ലാസ് പച്ചരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുതിരാനായിട്ട്. ഇനി ഇതിന് വേണ്ടുന്ന ഈസ്റ്റ് തയ്യാറാക്കാം. 1/2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം, 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 സ്പൂൺ പഞ്ചസാര. ഇതെല്ലാം കലക്കി അടച്ചു വയ്ക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അരിയെല്ലാം ഞാൻ കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. 1 കപ്പ് ചോറ്, 1 കപ്പ് തേങ്ങ, 1 സ്പൂൺ പഞ്ചസാര. ഇതെല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് എടുക്കാം. വൈറ്റ് റൈസ് ഉപയോഗിക്കുകയാണെങ്കിൽ വൈറ്റ് കളറായിട്ട് കിട്ടും. ഈസ്റ്റും ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ പുറത്ത് ബ്ലാക്ക് കളയുകയാണെങ്കിലും വൈറ്റ് കളർ കിട്ടും. 1 സ്പൂൺ വെളിച്ചെണ്ണ, 3/4 കപ്പ് വെള്ളം, എല്ലാം നല്ലതായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒരു ബൗളിലേക്ക് നമുക്ക് ഈ അരച്ചുകൊണ്ട് വന്നെല്ലാം ഒഴിച്ചു കൊടുക്കാം. ബാക്കിയിരിക്കുന്ന അരിയും കൂടെ അരച്ചെടുത്തുകൊണ്ട് വരാം. എല്ലാം ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്ന് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് നമുക്ക് വെക്കാം. രാവിലെ ഞാനിത് തുറന്നു നോക്കി, മാവെല്ലാം നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി വെള്ളം ഒഴിച്ചാൽ ഈ അപ്പം ശരിയായി കിട്ടത്തില്ല. ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനിയും 1 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിത് നല്ലതായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഒരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ബ്രഷ് വെച്ച് ഈ എണ്ണയെല്ലാം ഒന്ന് പുരട്ടി കൊടുക്കാം. അതിന് ശേഷം ഓരോ സ്പൂണ് ഫുള്ള് നിറയ്ക്കണ്ട, ഈ ഒഴിച്ച പോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. എല്ലാ കുഴിയിലും ഇതുപോലെ മാവ് നിറച്ച് കൊടുക്കാം. അതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഞാൻ ചെറിയ തീയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം വെന്തോന്ന്. ഒരു വശം വെന്തിട്ടുണ്ട്. എല്ലാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റോളം അടച്ചു വയ്ക്കുക. ആ വശവും വെന്തതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. എല്ലാം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. എല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ മുട്ടക്കറിയാണ് വെച്ചത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, കമൻ്റ് അറിയിക്കുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.